എവ്രിവൺ, ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എൻ്റെ തന്നെ ഒരു കലാസൃഷ്ടിയാണ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റബിൾ ആണെന്നോ നിങ്ങൾക്ക് ഇത് ഹൃദയസ്പർശമാകുമോ എന്നോ എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ രചനയാണ്. നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ കഥ തുടങ്ങുന്നു. കഥയുടെ പേര് ഇങ്ങനെ: സ്നേഹം വൈകിപ്പോകുന്ന തിരിച്ചറിവുകൾ. തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിൽ ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചു, നമ്മൾ ഇനിയും സഹിക്കണോ അമ്മേ? അതോ ഇതിൽ നിന്ന് പുറത്ത് കടക്കണോ? ആ ചോദ്യം എന്നെ നിശ്ചലമാക്കി. കണ്ണുകൾ നിറഞ്ഞു, വാക്കുകൾ മുറിഞ്ഞുപോയി. ഞാൻ അവനെ നോക്കി നിൽക്കെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് മൃദുവായി പറഞ്ഞു, ഞാനില്ലേ അമ്മയ്ക്ക്. അതോടെ അതുവരെ അടക്കിവെച്ച സങ്കടങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു. പതിവ് പോലെ ജോലികളിലേക്ക് കടന്നെങ്കിലും മനസ്സ് അവിടെ ഒന്നുമായിരുന്നില്ല. ഒടുവിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കാൻ മനസ്സ് തന്നെ കണ്ടെത്തിയ ഒരു പ്രതിരോധം. പക്ഷേ ആ സ്വപ്നത്തിന് പിന്നിലൊരു കൈപ്പേറിയ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിൽ 8 വയസ്സുകാരനായ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവൻ്റെ കയ്യിലൊരു കടലാസ് കഷ്ണമുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മ പോകുവാണ്, ഇനി അമ്മയെ മറക്കണം, അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അമ്മ മരിച്ച വിവരം ആ കുഞ്ഞ് അറിഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും സ്നേഹമില്ലായ്മയുമാണ് ആ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അമ്മ പോയ സങ്കടത്തിൽ അച്ഛനും വീട് വിട്ടിറങ്ങി. ഒടുവിൽ ആ കുഞ്ഞ് ഒറ്റയ്ക്കായി. അന്ന് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തത് ഞാനാണ്. അവൻ വളർന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി. സ്നേഹം എന്ന വലിയ വികാരത്തിന്റെ തോൽവിയിലാണ് തൻ്റെ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ മരിച്ച ശേഷം ശവക്കല്ലറയിൽ കൊണ്ടുവയ്ക്കുന്ന വിലയേറിയ പൂക്കൾക്കോ അവിടെ ചൊരിയുന്ന കണ്ണീരിനോ ഒരർത്ഥവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട സ്നേഹവും പരിഗണനയും കിട്ടാതെ പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത്. സ്നേഹം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്, നൽകാനുള്ളതാണ്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവർക്ക് ഒരു വാക്ക്, ഒരു തലോടൽ, ഒരിത്തിരി നേരം, അത് നൽകാൻ മറക്കരുത്. കാരണം മരണം നമ്മളിൽ നിന്ന് ആരെയും എപ്പോൾ വേണമെങ്കിലും തട്ടിയെടുത്തേക്കാം. സ്നേഹിക്കുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.